ഹലോ, ഇന്ന് നമുക്ക് 18 പേജുകളുടെ കഥ പറയുന്ന 18 പേജസ് എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. നായകൻ ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു. അവൾക്ക് സർപ്രൈസ് കൊടുക്കുവാനായി അവളുടെ ഫ്ലാറ്റിലേക്ക് വന്നപ്പോഴാണ് അവൾ നമ്മുടെ നായകന് സർപ്രൈസ് കൊടുക്കുന്നത്. എന്തെന്നാൽ അവൾ മറ്റൊരു പയ്യനൊപ്പം ഇരിക്കുന്നത് നായകൻ കണ്ടു. അതോടുകൂടി അവൻ ഇനി ആരെയും പ്രണയിക്കില്ല എന്നൊരു തീരുമാനത്തിലും എത്തി. അവൻ ആകെ തകർന്നിരിക്കുന്ന സമയത്തായിരുന്നു അവനൊരു ഡയറി കിട്ടുന്നത്. അതും 2 വർഷം മുൻപേ ജീവിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി. ആ ഡയറി വായിച്ചതും കണ്ണിന് കാണാത്ത പെൺകുട്ടിയോട് അവന് പ്രണയം തോന്നി തുടങ്ങി. ആ ഡയറിയിൽ പറയുന്ന പെൺകുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു, നായകൻ എന്തൊക്കെ സംഭവിച്ചു, അവൻ അവളെ നേരിൽ കണ്ടോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് ഈ മനോഹരമായ പ്രണയ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ സിദ്ധുവിനെ കാണിക്കുന്നു. സിദ്ധു സംഗീത എന്നൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്തിന് ബാത്റൂമിൽ പോകുമ്പോൾ വരെയും സംഗീതയുമായി ഫോണിൽ സംസാരവും ചാറ്റ് ചെയ്യലും ഒക്കെയാണ്. സംഗീതയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ സിദ്ധു സംഗീതയ്ക്ക് സർപ്രൈസ് കൊടുക്കുവാനായി തീരുമാനിക്കും. രാത്രി അവളുടെ ഫ്ലാറ്റിലേക്ക് വരാമെന്ന്, ഫുഡ് കഴിക്കാമെന്നൊക്കെ സിദ്ധു പറഞ്ഞിരുന്നു. എന്നാൽ ആ പറഞ്ഞ സമയത്തിന് മുൻപേ തന്നെ സിദ്ധു അവൾക്കുള്ള ഗിഫ്റ്റും റിങ്ങുമായി അവളുടെ ഫ്ലാറ്റിലേക്ക് പോകും. അവളുമായി സംസാരിച്ചുകൊണ്ടാണ് അവൻ പോകുന്നതും. ഞാൻ ഇന്ന് വരില്ല എന്ന് സംഗീതയോട് സിദ്ധു പറയുന്നുണ്ട്. അങ്ങനെ സിദ്ധു സർപ്രൈസ് എന്ന് പറഞ്ഞ് സംഗീതയുടെ ഫ്ലാറ്റിന്റെ ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് സംഗീത മറ്റൊരു പയ്യനൊപ്പം ഇരിക്കുന്നതാണ്. സംഗീതയുടെ മടിയിൽ അവളുടെ ബോയ് ഫ്രണ്ട് കിടക്കുന്നു. എന്നിട്ടാണ് അവൾ സിദ്ധുവിനോട് സംസാരിക്കുന്നതും. അത് കണ്ട് സിദ്ധുവിനെ സഹിക്കാനായില്ല. അവൻ കൊണ്ടുവന്ന ബൊക്കെയും അവൻ കൊണ്ടുവന്ന റിങ്ങുമൊക്കെ അവിടെ എടുത്തെറിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുകയാണ്. അവനത് സഹിക്കാനായില്ല. പുറത്തു വന്ന അവൻ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോഴോ എന്റെ പുതിയ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോയും സംഗീത പോസ്റ്റ് ചെയ്തിരിക്കുന്നു. സിദ്ധുവിന് അതൊന്നും സഹിക്കാനായില്ല. അവനാണെങ്കിലോ മദ്യപിക്കുവാനായും തുടങ്ങി. മദ്യപിച്ച് വഴിയിലൊക്കെ കിടക്കും. മാത്രമല്ല റോഡിൽ കിടന്ന് മറ്റുള്ളവരുമായി തല്ലുകൂടിയതിന് സിദ്ധുവിന്റെ അച്ഛനും കൂട്ടുകാരിയായ ഭാഗ്യയും ചേർന്നാണ് അവനെ സ്റ്റേഷനിൽ നിന്നും ഇറക്കിയതും. സിദ്ധുവാണെങ്കിലോ അച്ഛനുമായി അത്ര മിണ്ടത്തില്ല. കാരണം എന്തെന്നാൽ അവന്റെ മുത്തശ്ശൻ വീട്ടിൽ നിന്നും പിണങ്ങിപ്പോകാൻ കാരണം അച്ഛനാണെന്നാണ് സിദ്ധു കരുതിയത്. മുത്തശ്ശനെ സിദ്ധുവിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഫ്ലാറ്റിലെത്തിയ സിദ്ധു തന്റെ കാമുകിയെ കുറിച്ചോർത്ത് ദേഷ്യം വന്ന് സിഗരറ്റ് വലിക്കുവാനായി തീരുമാനിച്ച് ഒരു പേപ്പർ എടുത്ത് കത്തിക്കും. എന്നാൽ ആ പേപ്പറിലാണെങ്കിലോ എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഒരു സോഷ്യൽ മീഡിയകളും ഇല്ല, എനിക്ക് ഫോണേ ഇഷ്ടമല്ല, ഫോണില്ലാത്ത ലോകത്ത് ജീവിക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് എഴുതിയിരിക്കുകയാണ്. അതൊരു പെൺകുട്ടി എഴുതിയതാണ്. ഒരു ഡയറിയുടെ പേപ്പറായിരുന്നു. എവിടെ നിന്നാ ഇത് വന്നത് എന്നവൻ ചിന്തിച്ച് അവിടെയൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു ഡയറി ഇരിക്കുന്നു. അതെവിടെ നിന്ന് കിട്ടിയെന്നാൽ തലേ ദിവസം മദ്യപിച്ച് വഴിയിൽ കിടന്ന സിദ്ധുവിന് റോഡിൽ നിന്ന് കിട്ടിയതാണ് ആ ഡയറി. അങ്ങനെ സിദ്ധു ഡയറി വായിക്കുവാനായും തുടങ്ങി. എന്റെ പേര് നന്ദിനി. ഞാനൊരു ഗ്രാമത്തിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ്. ഞാനിപ്പോൾ ഹൈദരാബാദിലേക്ക് പോവുകയാണ്. ഒരാളുടെ ഒരു പാഴ്സൽ എൻ്റെ കയ്യിലുണ്ട്. അത് കൊടുക്കുവാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ പോകുന്ന ട്രെയിനിൽ എല്ലാവരും സൺറൈസ് ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാനതിൻ്റെ കണ്ണുകൊണ്ട് ആസ്വദിക്കുകയാണ്. എനിക്ക് മൊബൈൽ ഒന്നും ഇഷ്ടമല്ല. ഞാൻ ഈ ലോകത്തെ ആസ്വദിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ജീവിക്കുവാൻ, ഈ ലോകത്ത് ജീവിക്കുവാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം എന്നൊക്കെയാണ് ആ ഡയറിയിൽ നന്ദിനി തന്നെക്കുറിച്ച് എഴുതിയിരുന്നത്. നന്ദിനിക്കാണെങ്കിലും എന്ത് ചെറിയ കാര്യമുണ്ടെങ്കിലും അത് ഡയറിയിൽ എഴുതുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ സിദ്ധു നന്ദിനിയുടെ ഡയറി വായിച്ചുകൊണ്ടിരിക്കവേ തന്നെ അടുത്ത ഫ്ലാറ്റിൽ താമസത്തിനായി എത്തിയ ഒരു ഡോക്ടർ ആണെങ്കിലോ അവിടെ വന്ന് കഥക് തട്ടിയിട്ട് സിദ്ധുവിനോട് തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ സിദ്ധു ആണെങ്കിലോ അഹങ്കാരിയെ പോലെ ഒരു പേപ്പർ കത്തിച്ചു കൊണ്ടുവന്ന് ഡോക്ടറിന് കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി വിളക്ക് കൊളുത്തുവാനായി പറയും. ഡോക്ടർ ആണെങ്കിലോ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വീണ്ടും സിദ്ധു ആണെങ്കിലോ ഡയറി വായിക്കുകയാണ്. നന്ദിനി ഹൈദരാബാദിൽ കൂട്ടുകാരിയുടെ അടുത്തെത്തി. മൊബൈൽ ഇല്ലാത്തതിന് കൂട്ടുകാരി അവളെ ഒരുപാട് വഴക്ക് പറയും. ആരെന്ത് പറഞ്ഞാലും മൊബൈൽ വാങ്ങാനായിട്ട് നന്ദിനി തയ്യാറേയല്ല. അങ്ങനെ കൂട്ടുകാരി അവളുടെ ഫ്ലാറ്റിലേക്ക് നന്ദിനിയെയും കൊണ്ടുപോയി. നന്ദിനിക്കാണെങ്കിലോ ഒരു ജീവജാലത്തെ പോലും ഉപദ്രവിക്കുന്നത് ഇഷ്ടമേ അല്ല. അവൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്ലാറ്റിലുള്ള മറ്റു പെൺകുട്ടികൾ പാറ്റയെ കണ്ട് പേടിക്കുകയാണ്. അത് കണ്ടുകൊണ്ടുവന്ന നന്ദിനിയാണെങ്കിലോ ആ പാറ്റയെ രക്ഷിച്ചു വിടും. അവളാണെങ്കിലോ ഒന്നിനും ഉപദ്രവിക്കത്തേയില്ല. ഈ ഡയറി എല്ലാം വായിച്ച സിദ്ധു ആണെങ്കിലോ തന്റെ കയ്യിൽ കൊതുകടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കൊതുകിനെയും ഓട്ടിച്ചു വിടുകയാണ് ചെയ്തത്. അതെല്ലാം കൂട്ടുകാരിയെ ഭാഗ്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതേസമയം കമ്പനിയിലെ HR അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരിപ്പോൾ പെർഫോമൻസ് ഒക്കെ ലോ ആയതിനാൽ ഒരു ക്ലയന്റിനെ കണ്ട് അവരെ കൊണ്ടൊരു പ്രോജക്റ്റ് സമ്മതിപ്പിച്ചാലേ അവർക്കിനി മുന്നോട്ട് പോകാനാകൂ എന്ന് പറഞ്ഞതിനാൽ സിദ്ധുവും ക്ലയന്റിനെ കാണുവാൻ പോകുവാൻ തയ്യാറായി. എന്നിട്ട് സിദ്ധു ആ ഡയറി വീണ്ടും വായിക്കും.
നന്ദിനി അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പാഴ്സൽ അതിന്റെ യഥാർത്ഥ ഉടമയെ ഏൽപ്പിക്കണമല്ലോ. അങ്ങനെ അതിനായിട്ട് അവൾ എല്ലാവരെയും അഡ്രസ്സ് തിരക്കി ഇറങ്ങുകയാണ്. പലയിടത്തും അഡ്രസ്സ് ചോദിച്ചാണ് അവൾ പോയത്. അങ്ങനെ മറ്റുള്ളവരുമായി ഒരു കോണ്ടാക്ട് ഉണ്ടാകുമെന്ന് അവൾ കരുതും. ഇതെല്ലാം വായിച്ചു കൊണ്ടുവന്ന സിദ്ധുവാണെങ്കിലോ ക്ലയന്റിനെ കാണുവാനായിട്ട് ഗൂഗിൾ മാപ്പ് പോലും ഉപയോഗിക്കാതെ മറ്റുള്ളവരോട് അഡ്രസ്സ് ചോദിച്ചു പോകുവാനായി തീരുമാനിക്കും. അതെല്ലാം ശ്രദ്ധിച്ച ഭാഗി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവരുമായി ഒരു കോണ്ടാക്ട് നമുക്കുണ്ടാകും, അത് നന്ദിനി പറഞ്ഞുവെന്ന് ഭാഗിയോട് പറയും. നന്ദിനിയുടെ ഡയറി അവൻ വായിക്കുന്ന കാര്യമൊക്കെ ഭാഗിക്കറിയാം. നന്ദിനിയാണെങ്കിലോ ആ പാഴ്സലും കൊണ്ട് വെങ്കട് എന്നൊരാളിനെ തിരക്കി വരികയാണ്. വെങ്കടിനെ ഇപ്പോൾ അവിടെയുള്ളവരൊക്കെ കണ്ടിട്ട് കുറെ നാളായി. ഒരു അനാഥാലയത്തിൽ വെങ്കടിനെ അന്വേഷിച്ചെത്തുമ്പോൾ അവിടെയുള്ള കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ നന്ദിനിക്കും വല്ലാത്ത സങ്കടം. അവിടെയുള്ളവർ പറയും, വെങ്കട് ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി. വെങ്കടും ഒരു വക്കീലും തമ്മിൽ നല്ല കണക്ഷനാണ്, അയാളെ പോയി കാണുവാനായും പറയും. അങ്ങനെ നന്ദിനി ആ വക്കീലിനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ സിദ്ധുവാണെങ്കിലോ ഡയറി എല്ലാം വായിച്ച് തന്റെ ക്ലയന്റിനെ കാണുവാനായി പോവുകയാണല്ലോ. അവൻ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വഴിയിൽ വെച്ച് ഒരാൾ ലിഫ്റ്റ് ചോദിക്കും. അയാൾ കാറിൽ കയറിയിരിക്കുമ്പോൾ സിദ്ധുവിന്റെ പ്രവർത്തികളൊക്കെ കാണുന്ന അയാൾക്ക് സിദ്ധുവിനെ ഒരുപാട് ഇഷ്ടമായി. മൊബൈൽ ഉപയോഗിക്കത്തില്ല, മാത്രവുമല്ല ഗൂഗിൾ മാപ്പ് ഒന്നും നോക്കാതെ മറ്റുള്ളവരോട് ചോദിച്ച് അവരെ പരിചയപ്പെട്ടുമാണ് വഴി കണ്ടുപിടിച്ച് പോകുന്നതും. അങ്ങനെ സിദ്ധു താൻ ഫോൺ ഉപയോഗിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയുടെ ഡയറിയിൽ നിന്ന് വായിച്ച നല്ല നല്ല കാര്യങ്ങളൊക്കെ അയാളുമായി സംസാരിക്കും. അയാൾക്ക് സിദ്ധുവിനെ ഒരുപാട് ഇഷ്ടമായി. അയാൾ ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോൾ ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ അവർ ക്ലയന്റിനെ കാണാൻ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയതിനാൽ ക്ലയന്റിനെ കാണാൻ പറ്റാതെ അവർ തിരികെ കമ്പനിയിലേക്കെത്തും. അങ്ങനെ സിദ്ധുവിന് കമ്പനിയിൽ ജോലി പോകുമെന്ന ഉറപ്പായി. HR ആണെങ്കിലോ അവന് വലിയ പ്രഷർ കൊടുക്കും. ക്ലയന്റിനെ കാണാൻ പറ്റാത്തതിനാൽ അവനെയും കൂട്ടുകാരിയെയും ഭാഗ്യയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ വാരി തിരികെ പോകുവാനായി ഒരുങ്ങുന്ന സമയത്തായിരുന്നു അവർ കാണാൻ പോകാനിരുന്ന ആ ക്ലയന്റിന്റെ കോൾ വരുന്നത്. ക്ലയന്റ് മറ്റാരുമല്ല, സിദ്ധുവിന്റെ കാറിൽ കയറിയ ആളായിരുന്നു. സിദ്ധുവിനെ ക്ലയന്റിന് ഒരുപാട് ഇഷ്ടമായതിനാൽ അവരുടെ പ്രോജക്റ്റിന് ക്ലയന്റ് ഓക്കെ പറഞ്ഞു. അങ്ങനെ സിദ്ധുവിനും ഭാഗ്യയ്ക്കും ജോലി വീണ്ടും തിരിച്ചു കിട്ടി. സിദ്ധു വീണ്ടും നന്ദിനിയുടെ ഡയറി വായിക്കുകയാണ്. നന്ദിനിയാണെങ്കിലോ വെങ്കടിനെ കാണാതെ ഫ്ളാറ്റിലേക്ക് തിരികെ എത്തി. അതേസമയം ഫ്ളാറ്റിലുള്ള മറ്റൊരു പെൺകുട്ടി കരയുകയാണ്. കാരണം തിരക്കുമ്പോൾ അവളുടെ കാമുകൻ മറ്റൊരു പെണ്ണിനെ പ്രണയിക്കുകയാണ്. അവളുമായി സന്തോഷത്തിലാണ്. ഞാൻ അവനെ ഒരുപാട് പ്രണയിച്ചു, പക്ഷെ അവൻ ആ ഒരു സ്നേഹം എന്നോടില്ല എന്ന് അവൾ നന്ദിനിയോട് കരഞ്ഞുകൊണ്ട് പറയുന്നു. അവളുടെ അവസ്ഥ കണ്ട നന്ദിനി പറയും, നീ അവനെ ആത്മാർത്ഥമായി പ്രണയിച്ചു, എന്നാൽ അവനാണെങ്കിലോ മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ചു അവളോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നു. അപ്പോൾ അതിൽ എന്താണ് യഥാർത്ഥ പ്രണയം? അവൻ നിന്നെ ചതിക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ നീ ഒരിക്കലും നിന്റെ കണ്ണീർ പാഴിക്കളയരുത്. അവനിപ്പോൾ അവളോടൊപ്പം ഹാപ്പിയാണെങ്കിൽ നീ അവനെ വിട്ടുകൊടുക്കണം. അവിടെയാണ് നിന്റെ യഥാർത്ഥ പ്രണയമെന്ന് നന്ദിനി ആ പെൺകുട്ടിയെ ഉപദേശിക്കും. അതെല്ലാം വായിച്ച സിദ്ധുവിന് തന്റെ കാമുകിയായ സംഗീതയെ ഓർമ്മ വന്നു. അങ്ങനെ അവൻ സംഗീതയെയും കാമുകനെയും കാണാൻ എത്തിയിട്ട്, എനിക്ക് നിങ്ങളുമായി യാതൊരു പ്രശ്നവുമില്ല, നീ ഇവനോടൊപ്പം ഹാപ്പിയല്ലേ, നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുക എന്ന് പറഞ്ഞ് കൺഗ്രാറ്റുലേഷൻസും പറഞ്ഞിട്ട് അവൻ തിരികെ പോവുകയാണ്. ഒരിക്കൽ നന്ദിനി ബസ്സിൽ പോകുമ്പോൾ അവളുടെ കയ്യിൽ ടിക്കറ്റ് എടുക്കാൻ പൈസയില്ല. ദിവസവും അവൾ ടിക്കറ്റ് എടുത്താണ് ആ ബസ്സിൽ പോകുന്നത്. എന്നാൽ ഒരു ദിവസം അവളാണെങ്കിലോ തന്റെ കയ്യിലിരുന്ന പൈസയെല്ലാം ഒരു പയ്യന് കൊടുത്തു. അവനെ സഹായിച്ചതാണ്. അതുകൊണ്ട് അവളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ അതെല്ലാം മനസ്സിലാക്കിയ കണ്ടക്ടർ അവൾക്ക് ടിക്കറ്റ് ഫ്രീ ആയി കൊടുത്തു. എല്ലാവർക്കും നന്ദിനിയെ വലിയ കാര്യമാണ്. അങ്ങനെ ഇരിക്കെ സിദ്ധു ആണെങ്കിലോ ഒരിക്കൽ ഫോൺ പോലും ഉപയോഗിക്കാതെ റോഡിൽ കൂടി നടന്നു വരികയായിരുന്നു. അപ്പോൾ ഭിക്ഷ എടുക്കുന്ന ഒരു മുത്തശ്ശൻ അവന്റെ മുന്നിലേക്ക് വരും. ആ മുത്തശ്ശനെ കാണുമ്പോൾ അവൻ എന്തോ കാര്യം ഓർമ്മ വന്നു. അങ്ങനെ അവൻ ആ മുത്തശ്ശനെ പിടിച്ചു നിർത്തി നോക്കുമ്പോഴാണ് അതവന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മുത്തശ്ശനാണെന്ന് മനസ്സിലായത്. മുത്തശ്ശൻ ഇപ്പോൾ ആരെയും ഓർമ്മയൊന്നുമില്ല, സമനില തെറ്റിയതുപോലെയാണ്, റോഡിൽ ഭിക്ഷയെടുക്കുകയാണ്. അങ്ങനെ സിദ്ധു മുത്തശ്ശനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മുത്തശ്ശനെ കണ്ട അച്ഛനാണെങ്കിലോ, ഒരു ചെറിയ വഴക്കിട്ടതിനാണോ അച്ഛൻ ഇങ്ങനെ ഇറങ്ങിപ്പോയി? എത്ര നാളായി അച്ഛനെ ഞങ്ങൾ അന്വേഷിച്ചു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സിദ്ധുവിന്റെ അച്ഛൻ ഒരുപാട് കരഞ്ഞ് മുത്തശ്ശനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് മുത്തശ്ശന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുവാനായും തീരുമാനിക്കും. സിദ്ധുവിനാണെങ്കിലോ നന്ദിനിയോട് ഒരുപാട് സ്നേഹമായി. കാരണം നന്ദിനി കാരണമാണല്ലോ അവൻ ഫോൺ ഉപയോഗം നിർത്തിയത്. തന്റെ മുത്തശ്ശനെ തിരികെ കിട്ടിയതിൽ നന്ദിനിക്കും പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയ സിദ്ധുവിന് നന്ദിനിയോട് ചെറിയ പ്രണയമൊക്കെ തോന്നിത്തുടങ്ങി. എന്നാൽ നന്ദിനിയാണെങ്കിലോ വെങ്കട്രാവുവിനെ ഏൽപ്പിക്കാനുള്ള ആ ഒരു കവറുമായി വക്കീലിനെ കാണാനായി എത്തും. വക്കീലിനോട് കാര്യം പറയുമ്പോഴോ, ഞാൻ ആ കവർ ഏൽപ്പിച്ചോളാം, എന്തിൽ തരാനായി വെങ്കട്രാവുവിന്റെ വക്കീൽ പറയും. അതേസമയം തന്നെ നന്ദിനി ആരോ ഫോളോ ചെയ്യുന്നതായി അവൾക്ക് മനസ്സിലായി.
അവൾ ആ കവർ കൊടുക്കാതെ അവിടെ നിന്നും ഇറങ്ങിയോടി. അതൊരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളായിരുന്നു. അയാൾ എന്തിനവളെ ഫോളോ ചെയ്യുന്നെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ തന്റെ കയ്യിലിരിക്കുന്ന ആ കവറിന് നല്ല മതിപ്പുണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകെ നന്ദിനി ചെയ്ത കാര്യങ്ങളെല്ലാം സിദ്ധു തന്റെ ജീവിതത്തിൽ ചെയ്യുവാനായി തുടങ്ങി. 2019 നന്ദിനി കണ്ട സിനിമ സിദ്ധു പോയി കാണുന്നു. നന്ദിനി കുളിരുള്ളപ്പോൾ സെറ്റർ ഇട്ടപ്പോൾ ചൂടുള്ള സമയത്തും സിദ്ധു സെറ്ററും ഇട്ട് വരുന്നു. അങ്ങനെ സിദ്ധുവിന്റെ ജീവിതം മാറി മാറി വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഡയറി വായിച്ചു കൊണ്ടിരിക്കുന്ന സിദ്ധുവിന് നന്ദിനിക്ക് ഒരു അപകടം സംഭവിക്കുവാൻ പോകുന്ന കാര്യം മനസ്സിലായി. ഒരിക്കൽ നന്ദിനിയെ കാണാനായി ഒരു ടാക്സി ഡ്രൈവർ എത്തിയിട്ട്, നിങ്ങൾ വെങ്കട്രാവുവിനെ തേടുകയല്ലേ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവളെ ടാക്സിയിൽ കയറ്റിക്കൊണ്ടു പോകും. എന്നാൽ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴാണ് അയാൾ ഒരു ഗുണ്ടയാണെന്ന് അവൾക്ക് മനസ്സിലായത്. കൂടെ കാറിൽ കുറച്ചു പേർ കൂടി കയറുകയാണ്. നന്ദിനിക്ക് ആകെ ടെൻഷൻ. അതേസമയം തന്നെ ട്രാഫിക്കിൽ വന്നപ്പോൾ ഒരു പേന വിൽക്കാനായിട്ട് ഒരു പയ്യനെത്തി. ഈ പയ്യനെയാണ് അന്ന് നന്ദിനി കാശ് കൊടുത്ത് സഹായിച്ചതും. എന്നാൽ അവളാണെങ്കിലോ അതിലിരുന്നവന് സിഗ്നൽ കൊടുത്തു. നന്ദിനിക്ക് എന്തോ ആപത്താണെന്ന് ആ പയ്യന് മനസ്സിലായി. നന്ദിനിയെ തട്ടിക്കൊണ്ടുപോയ കാറ് മുന്നോട്ട് പോകുമ്പോൾ ആ പയ്യനാണെങ്കിലോ ഒരു ഡോക്ടറിന്റെ കാറിൽ കൈ കാണിച്ച് അവരോട് സഹായം ചോദിക്കും. അങ്ങനെ ആ ഡോക്ടർ പോലീസുമായി എത്തി നന്ദിനിയെ സഹായിച്ചു. നന്ദിനിക്ക് ആ ഡോക്ടറിനോട് ചെറിയ പ്രണയമൊക്കെ തോന്നി തുടങ്ങി. എന്നാൽ ഡയറി വായിക്കുന്ന സിദ്ധുവിന് അത് സഹിക്കാനായില്ല. പിന്നീട് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം നന്ദിനിയാണെങ്കിലോ ഡോക്ടറിനെ പുകഴ്ത്തിയാണ് എഴുതിക്കൊണ്ടിരുന്നതും. അതെല്ലാം സിദ്ധുവിന് സഹിക്കാനായില്ല. നന്ദിനിക്ക് ഡോക്ടറിനോട് പ്രണയമുള്ള കാര്യം സിദ്ധുവിന് മനസ്സിലായി. സിദ്ധുവിനാണെങ്കിലോ അത് ആലോചിച്ച് പനിയും വന്നു. ആ ഡോക്ടറിന്റെ ഡിഗ്രികളൊക്കെ നന്ദിനി ഡയറിയിൽ എഴുതിയിരുന്നു. ഡോക്ടറിന്റെ പേരും എഴുതിയിരുന്നു. പേര് സന്ദീപ്. അങ്ങനെ പനി പിടിച്ചു കിടക്കുന്ന സിദ്ധുവിനടുത്തെത്തിയ ഭാഗ്യയാണെങ്കിലോ അടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവരും. പക്ഷെ ഈ ഡോക്ടറിനെ പറ്റിയാണ് നന്ദിനി ആ ഡയറിയിൽ എഴുതിയിരുന്നെന്ന് സിദ്ധുവിന് അറിയത്തേയില്ല. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ചതിന് ശേഷം സിദ്ധു അവിടെ കിടന്നുറങ്ങുമ്പോഴാണ് ഡോക്ടറിന്റെ വിസിറ്റിംഗ് കാർഡ് അവിടെ വീണ് കിടക്കുന്നത് സിദ്ധുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സിദ്ധു അതെടുത്ത് നോക്കിയപ്പോൾ നന്ദിനി ആരെ പറ്റിയാണോ ഡയറിയിൽ ഉദ്ദേശിച്ചിരുന്നത് ആ ആൾ ഇതാണെന്ന് സിദ്ധുവിന് മനസ്സിലായി. അങ്ങനെ സിദ്ധു വേഗം തന്നെ ഡോക്ടറിന്റെ ഫ്ളാറ്റിലേക്ക് എത്തി. എന്നിട്ട് ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ, ഇന്ന് വൈകിട്ട് എന്റെ വൈഫിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും വരണമെന്ന് പറയും. അങ്ങനെ സിദ്ധു വളരെ സങ്കടത്തിൽ പാർട്ടിയിൽ പങ്കെടുക്കാനായി എത്തുമ്പോഴാണ് അവിടെ കാണുന്നത് നന്ദിനിയല്ല, മറ്റൊരു പെൺകുട്ടിയാണ്. അപ്പോഴാണ് സിദ്ധുവിന് ശ്വാസം നേരെ വീണത് പോലും. സിദ്ധുവിന് ഒരുപാട് സന്തോഷമാകും. അതിനുശേഷം സിദ്ധു വീണ്ടും ഡയറി വായിക്കുവാനായി തുടങ്ങി. ആ ഡയറിയിൽ നന്ദിനി എഴുതിയിട്ടുണ്ട്. ഡോക്ടറിനോട് അവൾ പറയുന്നു, നിങ്ങൾ അന്ന് എന്നെ സഹായിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു മര്യാദ തോന്നി. ഞാൻ അതിനെ പ്രണയമായി കരുതി. പക്ഷേ എന്റെ ഫ്രണ്ട് എന്നെ സഹായിച്ചപ്പോഴും അതേ ഫീലിംഗ് തന്നെയാണ് എനിക്ക് അവളോടും തോന്നിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പ്രണയമല്ല, അതൊരു തരം ഫ്രണ്ട്ഷിപ്പ് ആണെന്ന്. അതുകൊണ്ട് എന്റെ മനസ്സിൽ നിങ്ങൾ നല്ല ഫ്രണ്ട് ആയിരിക്കുമെന്ന് നന്ദിനി ഡോക്ടറിനോട് പറഞ്ഞു. അതെല്ലാം വായിച്ച സിദ്ധുവിനും സന്തോഷമാണ് ഉണ്ടായത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നന്ദിനി ഒറ്റയ്ക്കിരുന്ന് ഡയറി എഴുതുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് ഒരു മുത്തശ്ശൻ വന്നിട്ട്, നിങ്ങൾ വെങ്കട്രാവുവിനെ അന്വേഷിക്കുകയല്ലേ, ഞാനാണ് വെങ്കട്രാവു എന്ന് പറയും. യഥാർത്ഥത്തിൽ ആ ഒരു പാഴ്സൽ നന്ദിനി ഏൽപ്പിച്ചത് അവളുടെ മുത്തശ്ശനാണ് വെങ്കട്രാവുവിനെ ഏൽപ്പിക്കാനായി. അങ്ങനെ നന്ദിനിക്ക് തന്റെ കടമ ഇവിടെ അവസാനിക്കാൻ പോകുന്നു എന്ന കാര്യം മനസ്സിലായി. എന്നാൽ ഡയറി വായിച്ചു കൊണ്ടിരുന്ന സിദ്ധുവിന് പിന്നീട് അങ്ങോട്ടുള്ള പേജുകളിൽ ഒന്നും എഴുതിയിട്ടേയില്ല. നന്ദിനിക്ക് എന്ത് സംഭവിച്ചെന്നോ പാഴ്സൽ ഏൽപ്പിച്ചോന്നോ എന്നൊന്നും അറിയാൻ പറ്റാതെ സിദ്ധു വല്ലാത്ത ടെൻഷൻ. അവൻ അവന്റെ കൂട്ടുകാരിയുടെ അടുത്ത് അത് വന്ന് പറയും. നന്ദിനിയുടെ ഡയറിയിൽ അവളുടെ അഡ്രസ്സ് കൊടുത്തിരുന്നു. അങ്ങനെ സിദ്ധു നന്ദിനിയുടെ അഡ്രസ്സിലേക്ക് തിരക്കി പോവുകയാണ്. നന്ദിനിയുടെ വീട്ടിലെത്തി അവിടെയുള്ളൊരു മുത്തശ്ശിയോട് നന്ദിനിയെ പറ്റി തിരക്കുമ്പോൾ, ഏത് നന്ദിനിയെ പറ്റിയാ ചോദിക്കുന്നത്? കാർ ആക്സിഡന്റിൽ മരണപ്പെട്ട നന്ദിനിയാണോന്ന് ചോദിക്കുമ്പോൾ സിദ്ധു ഷോക്കായി പോകും. നന്ദിനി മരണപ്പെട്ടോ? അപ്പോൾ ഞാൻ അന്വേഷിച്ചു വന്ന വീട് മാറിപ്പോയിരിക്കുന്നു എന്ന് സിദ്ധു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ മുത്തശ്ശിയാണെങ്കിലോ ഒരു പത്രവാർത്തയുമായി വരും. അപ്പോൾ നന്ദിനി എന്നൊരു പെൺകുട്ടി കാർ ആക്സിഡന്റിൽ മരിച്ച വാർത്തയായിരുന്നു അതിൽ. ആ പത്രവാർത്ത വായിച്ച സിദ്ധുവിനെ മനസ്സ് തകർന്നു പോയി. അവനത് വിശ്വസിക്കാനായില്ല. ഇത്രയും നാൾ അവൻ സ്നേഹിച്ച പെൺകുട്ടി ഇനി ഇല്ല എന്നറിഞ്ഞപ്പോൾ അവനത് താങ്ങാനായില്ല. ജീവിക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയൊക്കെ സിദ്ധുവിന് വന്നു. സിദ്ധു നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ മുത്തശ്ശനാണെങ്കിലോ ചികിത്സയൊക്കെ കിട്ടിയതിനാൽ നന്നായിരിക്കുകയാണ്. അതിനവന് സന്തോഷവുമുണ്ട്. നന്ദിനി മരിച്ചുപോയോ ഇല്ലയോ എന്നറിയാത്ത ടെൻഷനിലുമാണ്. എന്നാൽ സിദ്ധുവിന്റെ മനസ്സിലാണെങ്കിലോ ഏതെങ്കിലും ഒരു ചാൻസിൽ അവൾ രക്ഷപ്പെട്ടാലോ അവളെ പറ്റി അന്വേഷിക്കണമെന്നും സിദ്ധുവിനൊരു തോന്നലുണ്ടാകും.
അങ്ങനെ സിദ്ധു നന്ദിനി ആ ഡയറിയിൽ എന്തൊക്കെ എഴുതിയോ അതുപോലൊക്കെ അവൻ ജീവിക്കുവാൻ തുടങ്ങിയല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന്റെ മുത്തശ്ശനാണെങ്കിലോ അന്നദാനം കൊടുക്കുന്നത് കാണും. അതെന്തിനാണെന്ന് തിരക്കുമ്പോൾ അവന്റെ മുത്തശ്ശിയുടെ ഓർമ്മ ദിവസമാണ്. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. അതുകൊണ്ട് മുത്തശ്ശിയുടെ ഓർമ്മകളുമായി ജീവിക്കുന്ന ഞാൻ അവളുടെ ഓർമ്മ ദിവസം ഞാൻ ഇങ്ങനെയൊക്കെ ആഹാരം എല്ലാവർക്കും കൊടുക്കും, അതല്ലേ ഞങ്ങൾക്കും ഒരു സന്തോഷമെന്ന് മുത്തശ്ശൻ പറയും. അങ്ങനെ സിദ്ധു നന്ദിനി എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആ ഡയറിയിൽ എഴുതിയിരുന്നോ അതൊക്കെ ചെയ്യുവാനായി തീരുമാനിക്കും. നന്ദിനി കുറച്ച് അനാഥ കുട്ടികളെ പോയി കാണുമായിരുന്നല്ലോ. അങ്ങനെ സിദ്ധു ആ കുട്ടികളെ ചെന്ന് കണ്ട് അവർക്ക് നല്ല ആഹാരമൊക്കെ വാങ്ങിക്കൊടുക്കും. പിന്നെ അതിൽ ചില കുട്ടികൾക്ക് സ്കിന്നിന് ചെറിയ പ്രശ്നമുള്ളവരെയൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ച് അത് നേരെയാക്കി. പിന്നെ ആ കണ്ടക്ടറിന് അവൾ ഫ്രീ ആയിട്ടൊരു ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നല്ലോ. ആ കണ്ടക്ടറിന് ഇത്രയും നാൾ സഞ്ചരിച്ചതിന്റെ പൈസ കൊടുക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് സിദ്ധു അയച്ചു കൊടുത്തു. പിന്നെ അവളുടെ നാട്ടിലുള്ള മുത്തശ്ശിക്ക് കണ്ണടയും വാങ്ങിക്കൊടുത്തു. അങ്ങനെ സിദ്ധു അതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. ഒരിക്കൽ ആ ഒരു കണ്ടക്ടർ ആണെങ്കിലോ നന്ദിനിയാണ് അയാൾക്ക് പൈസ അയച്ചു കൊടുത്തതെന്ന് കരുതി ആ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ അയക്കും. നന്ദിനി, നിനക്ക് സുഖമല്ലേ? നിന്നെ ഞാൻ 28-ാം തീയതി ഹോസ്പിറ്റലിൽ ICUവിൽ വെച്ച് കണ്ടിരുന്നു. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെയായിരുന്നു ചോദിച്ചത്. അപ്പോൾ സിദ്ധുവിന് ഒരു ക്ലൂ കിട്ടി. അവനൊരു കാര്യം മനസ്സിലായി. 28-ാം തീയതി നന്ദിനിയെ ICUവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് സിദ്ധുവിന് മനസ്സിലായി. അങ്ങനെ സിദ്ധു കൂട്ടുകാരിയും കൂട്ടി ആ കണ്ടക്ടറിനെ കാണാനായി പോയി. എന്നിട്ട് കണ്ടക്ടറിനോട് നന്ദിനിയെ പറ്റി അവൻ അന്വേഷിക്കും. കണ്ടക്ടറിനെയും കൂട്ടി അയാൾ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് എത്തും. അവിടെ എത്തി ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കുമ്പോൾ 28-ാം തീയതി നന്ദിനി എന്ന പേരുള്ള ഒരു പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയിട്ടേ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ആ കണ്ടക്ടർ ഉറപ്പിച്ചു തന്നെ പറയുന്നു, ഞാൻ നന്ദിനിയെ കണ്ടിരുന്നു, അവൾ മാസ്ക് ഒക്കെ വെച്ചിരുന്നു, സീരിയസ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സിദ്ധുവിന്റെ മനസ്സിൽ അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെ സിദ്ധു നേരെ സന്ദീപ് ഡോക്ടറിനെ കാണാനായി എത്തി. നന്ദിനിയെ അവസാനമായി എപ്പോഴാ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അന്നവൾ അവസാനമായി എന്നോട് അവൾക്ക് പ്രണയമൊന്നുമില്ല, അവൾ എന്നെ ഫ്രണ്ടായിട്ടാണ് കണ്ടത് എന്ന് പറയാൻ വന്ന ദിവസമാണ് ഞാൻ കണ്ടത് എന്ന് പറയുമ്പോൾ നന്ദിനിക്ക് ആക്സിഡന്റ് സംഭവിച്ച് മരണപ്പെട്ടു എന്ന് പറയുന്നു. സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സന്ദീപ് ഡോക്ടറിന് അതറിയില്ലായിരുന്നു. അങ്ങനെ സിദ്ധു നേരെ പോയത് അവളെ ഫോളോ ചെയ്ത ആ ഒരു മെക്കാനിക്കിനെ കാണാനായിട്ടാണ്. അവൻ അടുത്തെത്തിയിട്ട് നന്ദിനിയെ നിനക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ അതിനൊന്നും മറുപടി പറയില്ല. അങ്ങനെ സിദ്ധു നേരെ അവൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലേക്ക് എത്തി. അവിടെയൊക്കെ നോക്കുമ്പോൾ അവന് നന്ദിനിയുടെ ഓർമ്മകളാണ് വന്നത്. അതേസമയം അവനെ ഫോളോ ചെയ്ത് ആ ഒരു ടാക്സി ഡ്രൈവറും എത്തിയിരുന്നു. നീ എന്തിനാ നന്ദിനിയെ പറ്റി അന്വേഷിക്കുന്നത്? ഞാനും അവളെ പറ്റി അന്വേഷിക്കുന്നത്. അവൾ എവിടെയുണ്ട്? അവളുടെ കയ്യിൽ ഒരു പാഴ്സലുണ്ട്, അതെനിക്ക് വേണം. അന്ന് ഞാൻ അവൾക്കിട്ട് 2 കൊടുത്തതാ, എന്നിട്ട് പോലും അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നീ നന്ദിനിയെ അവസാനം എവിടെയാ കണ്ടത്? നീ നന്ദിനിയെ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ച് സിദ്ധു അയാളെ അടിക്കും. അപ്പോൾ അയാൾ നടന്ന കാര്യം തുറന്നു പറയുകയാണ്. നന്ദിനിയെ കാണാനായിട്ട് അന്ന് വെങ്കട്രാവു എന്ന് പറഞ്ഞ് ഒരു മുത്തശ്ശൻ വന്നിരുന്നല്ലോ, അത് ഈ ഡ്രൈവർ സെറ്റ് ചെയ്ത ആളായിരുന്നു. അയാൾ യഥാർത്ഥത്തിൽ കള്ളനാണെന്ന് മനസ്സിലാക്കിയ നന്ദിനി അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി ഫ്ളാറ്റിലേക്കും എത്തി. നന്ദിനിയെ ഫോളോ ചെയ്ത് ഈ ടാക്സി ഡ്രൈവറും ഉണ്ടായിരുന്നു. അയാൾ നന്ദിനിയെ ആ ഒരു പാഴ്സൽ ചോദിച്ച് ഒരുപാട് തല്ലി. അവസാനം നന്ദിനി അയാളെ തള്ളി മാറ്റി തന്റെ ബാഗും എടുത്ത് അവിടെ നിന്നും ഇറങ്ങി ഓടി. നന്ദിനിയെ കൂട്ടിക്കൊണ്ടു പോകാനായി അവളുടെ ഫ്രണ്ടും വന്നിരുന്നു. അവൾ കാർ കയറി പോകുമ്പോൾ ആ ഒരു ടാക്സി ഡ്രൈവർ തന്റെ കാറ് കൊണ്ടുവന്ന് ആ കാറിലിടിക്കും. അങ്ങനെ അവരുടെ കാർ ആക്സിഡന്റായി. നന്ദിനിക്ക് ബോധവുമില്ല. നന്ദിനിയുടെ കാറിൽ നിന്നും ബാഗ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ ആ പാഴ്സൽ ഇല്ലായിരുന്നു. ദേഷ്യം വന്ന അയാളാണെങ്കിലോ അതിലിരുന്ന ഡയറി എടുത്ത് വലിച്ചെറിയും. ആ ഡയറിയാണ് സിദ്ധുവിന് കിട്ടിയതും. അങ്ങനെ സിദ്ധു, നീ എന്തിനാ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല, എന്റെ ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അയാൾ സിദ്ധുവിനെ തള്ളി മാറ്റി അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. സിദ്ധു ആണെങ്കിലോ അയാളെ ഫോളോ ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും ആ ഒരു പാഴ്സലിനുള്ളിൽ ഇത്രയ്ക്കും വേണ്ടിയിട്ടൊക്കെ സംഭവിക്കാൻ എന്നൊക്കെ ചിന്തിച്ച് നന്ദിനിയെ പോലെ ചിന്തിച്ചാൽ എവിടെയായിരിക്കും അവളത് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുമെന്ന് കരുതി സിദ്ധു ചിന്തിക്കാനായി തുടങ്ങുന്നു. അപ്പോൾ ആ ഫ്ളാറ്റിന് മുന്നിലായിട്ട് ഒരു പോസ്റ്റ് ബോക്സ് കാണും. ഉറപ്പായും അതിനുള്ളിൽ അവൾ ഇട്ട് കാണും എന്നൊക്കെ സിദ്ധുവിന് മനസ്സിലായി. അങ്ങനെ സിദ്ധു അതിനടുത്തെത്തി പൂട്ട് തല്ലിപ്പൊളിച്ച് നോക്കുമ്പോഴാണ് ആ ഒരു പാഴ്സൽ അതിനുള്ളിലുണ്ട്. നന്ദിനി ആ ഒരു പോസ്റ്റ് ബോക്സിനുള്ളിൽ പാഴ്സൽ സൂക്ഷിച്ചിരുന്നു. സിദ്ധു അതെടുത്ത് തുറന്നു നോക്കുകയാണ്. ആ ഒരു പാഴ്സലിനുള്ളിൽ വജ്ര കൺസ്ട്രക്ഷൻ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പുതിയൊരു പ്ലാൻ ആയിരുന്നു. അത് കണ്ട സിദ്ധു ആണെങ്കിലോ നേരെ വജ്ര കൺസ്ട്രക്ഷനിൽ ചെന്നിട്ട് ആ ഒരു പ്ലാൻ അവർക്ക് മുന്നിൽ കാണിച്ചിട്ട് ഇതെന്താണ്, നിങ്ങൾക്ക് നന്ദിനിയുമായി എന്താ ബന്ധം, നന്ദിനി ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ തിരക്കുമ്പോൾ ആ ബോസ് ആണെങ്കിലോ തപ്പിപ്പറക്കുകയാണ്. എനിക്ക് നന്ദിനിയൊന്നും അറിയില്ല എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുമ്പോൾ സിദ്ധുവിന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിലായി. സിദ്ധു അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്.
എന്നാൽ ഉടനെ തന്നെ ആ ഒരു ഹെഡാണെങ്കിലോ അയാളുടെ കൂട്ടാളിയെ വിളിച്ചിട്ട് സിദ്ധുവിന്റെ കയ്യിൽ ആ ഒരു പാഴ്സലുണ്ട്, ആ ഒരു പ്ലാൻ അവർക്ക് തന്നെ വേണം, എത്രയും പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്നും അത് കൊണ്ടുവരാനായി പറയും. അങ്ങനെ അയാളാണെങ്കിലോ സിദ്ധുവിന്റെ അടുത്തേക്ക് എത്തി. സിദ്ധു അയാളെ തല്ലി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കും. അങ്ങനെ അയാൾ നടന്ന സംഭവം തുറന്നു പറയുകയാണ്. ഈ വജ്ര കൺസ്ട്രക്ഷന്റെ ഹെഡ് ആണെങ്കിലോ പുതിയൊരു പ്ലാൻ തയ്യാറാക്കി. അതാണെങ്കിലോ ഗ്രാമത്തിൽ സ്ഥാപിക്കുവാനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് പൂജാരിയായ നന്ദിനിയുടെ മുത്തശ്ശനടുത്തേക്ക് വന്നു. മുത്തശ്ശനാണെങ്കിൽ അതെല്ലാം പരിശോധിച്ചിട്ട് ഉടനെ തന്നെ ഇത് നടപ്പാക്കാം എന്നുള്ള കാര്യമൊക്കെ പറയും. മുത്തശ്ശൻ കരുതിയത് ഇതെല്ലാം പോസിറ്റീവായിട്ട് വരുമെന്നാണ്. എന്നാൽ ആ ഒരു പ്ലാന്റ് തയ്യാറാക്കാനായിട്ട് അവർ തീരുമാനിച്ചത് ഒരു ആശ്രമത്തിന്റെ അടുത്തായിരുന്നു. അതിനായിട്ട് അവിടെയുള്ള ഗുരുജിയോട് അനുവാദം ചോദിക്കുമ്പോൾ ഗുരുജി അതിന് സമ്മതിക്കില്ല. എന്നാൽ രാത്രിക്ക് രാത്രി ആശ്രമം അവർ തീയിടും. അതിലൊരുപാട് പേർ മരണപ്പെട്ടു. അതെല്ലാം മനസ്സിലാക്കിയ മുത്തശ്ശനാണെങ്കിലോ അതിനെ എതിർക്കുവാനായി തീരുമാനിച്ചു. മുത്തശ്ശന്റെ കയ്യിൽ ഹെഡ് തയ്യാറാക്കി വെച്ചിരുന്നതിന്റെ പ്ലാനിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. അത് വെച്ച് എങ്ങനെയും നിയമപരമായി പോരാടി ഇതെങ്ങനെയും നിർത്തിക്കണമെന്ന് മുത്തശ്ശന് തോന്നി. അതിനായിട്ട് വെങ്കട്രാവു എന്നൊരാളെ കൂട്ടുപിടിച്ച് കേസ് നടത്താമെന്ന് തീരുമാനിച്ചാണ് നന്ദിനിയുടെ കയ്യിൽ ആ ഒരു പാഴ്സൽ ഏൽപ്പിച്ച് വെങ്കട്രാവുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാനായി പറഞ്ഞു വിട്ടതെന്ന കാര്യവും അയാൾ വഴി സിദ്ധുവിന് മനസ്സിലായി. എന്നിട്ട് അയാൾ പറയും, അന്ന് നന്ദിനി ആക്സിഡന്റായി വന്നപ്പോൾ നന്ദിനിയെ പരിചയമുള്ള ഡോക്ടറാണ് അവൾ മരിച്ചുപോയി എന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നതെന്നും അയാൾ വഴി മനസ്സിലാക്കിയ സിദ്ധു നേരെ ഡോക്ടറിനെ കാണാൻ എത്തിയിട്ട് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്, നന്ദിനിയെ അവസാനമായി കണ്ടത് അന്ന് ഫ്രണ്ടാണെന്ന് പറയാൻ വന്നപ്പോഴാണെന്നല്ലേ. യഥാർത്ഥത്തിൽ സത്യം പറ, നന്ദിനിക്ക് എന്ത് സംഭവിച്ചു, എനിക്ക് അവളെ കാണണമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, അന്ന് നന്ദിനിയെ ഒരുപാട് പരിക്കുകളോടെയാണ് ഇവിടെ കൊണ്ടുവന്നത്. അവളെ ഫോളോ ചെയ്ത് കുറച്ചുപേരുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാനാണ് മനഃപൂർവ്വം അവരോട് അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞത്. നന്ദിനി ഇപ്പോഴും സേഫായി ഉണ്ട് എന്നുള്ള കാര്യം സിദ്ധുവിനോട് പറയും. അങ്ങനെ നന്ദിനിയെ നന്നായി നോക്കിയതിന് സിദ്ധുവാണെങ്കിലോ ഡോക്ടറിനോട് നന്ദി പറയുകയാണ്. ഡോക്ടർ ചോദിക്കും, നിനക്ക് നന്ദിനിയെ കാണണമോ? സിദ്ധുവിന് അത് കേട്ടതും ഒരുപാട് സന്തോഷമായി. സിദ്ധു ഒരുപാട് എക്സൈറ്റ്മെന്റോടെ നന്ദിനിയെ കാണാനായി ഡോക്ടറിനൊപ്പം പോവും. നന്ദിനിയാണെങ്കിലോ വീൽ ചെയറിലായിരുന്നു. നന്ദിനിയുടെ മുഖം പോലും കാണാൻ സിദ്ധു കൂട്ടാക്കിയില്ല. കാരണം എന്തെന്നാൽ ഞാൻ എന്തെന്ന് അവളോട് പറയും? അവളെ കണ്ണിന് കാണാതെ അവളെ പ്രണയിച്ച ആളെന്നോ? അവളുടെ ഓർമ്മകളുമായി ഞാൻ ജീവിക്കാം, അവളുടെ മുന്നിൽ വരണ്ട, അവൾ സന്തോഷമായി ഇപ്പോൾ ഇരിക്കുകയല്ലേ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് സിദ്ധു കരുതി. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞു. നന്ദിനി പൂർണ്ണമായും ഭേദമായി. അവൾ വീൽ ചെയറിൽ നിന്നുമൊക്കെ എഴുന്നേറ്റു. നന്ദിനിയുടെ അടുത്തെത്തിയ ഡോക്ടറാണെങ്കിലോ അവളുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ തിരക്കിയ ശേഷം അവളെ ദ്രോഹിച്ചവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യവും നന്ദിനിയോട് പറയും. അങ്ങനെ നന്ദിനി അതിനുശേഷം അവൾ താമസിച്ച ഫ്ളാറ്റിലേക്ക് വന്നു. നന്ദിനി അവിടെ കാശ് കൊടുത്ത് സഹായിക്കാറുണ്ടായിരുന്ന കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളെ പറ്റി തിരക്കിയപ്പോൾ അവൾ പറയും, അന്ന് നീ ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് കാശ് തന്നൊക്കെ സഹായിച്ചത് സിദ്ധു ആണെന്ന് പറയും. നന്ദിനിക്കാണെങ്കിലും ഈ സിദ്ധു ആരെന്ന് മനസ്സിലാകുന്നതേയില്ല. അങ്ങനെ നന്ദിനി നേരെ അവൾ പോകാറുള്ള ആ ഒരു ഓർഫണേജിലേക്ക് വരും. പക്ഷെ അവിടെ മാകെ പൊടിയടിച്ച് കിടക്കുകയാണ്. ഓർഫണേജ് ഇപ്പോൾ എവിടെയാണെന്ന് തിരക്കുമ്പോൾ അതിവിടെ സൗകര്യമില്ലാത്തതിനാൽ സിദ്ധു പുതിയ സ്ഥലത്തേക്ക് മാറ്റിയെന്ന് പറയും. ആരായി സിദ്ധു എന്ന് ചോദിക്കുമ്പോൾ അത് ഈ ഓർഫണേജിൽ വന്ന ആളാണെന്ന് അയാൾ മറുപടി പറഞ്ഞു. അങ്ങനെ പുതിയ ഓർഫണേജിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാ സൗകര്യത്തോടും ടെക്നോളജിയൊക്കെയുള്ള പുതിയൊരു സ്ഥലം. അത് കണ്ട് നന്ദിനിക്ക് ഒരുപാട് സന്തോഷമാകും. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സ്കിന്നിന് പ്രശ്നമുള്ള കുട്ടികളെല്ലാം ചികിത്സിച്ച് ഭേദമാക്കിയിരിക്കുന്നു. ആരാ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അത് സിദ്ധു ആണെന്ന് പറയും. അതിനുശേഷം നന്ദിനി വക്കീലിനെ കാണാനായി എത്തി. അപ്പോൾ വക്കീല് ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്കാരുമായുള്ള കേസ് ജയിച്ചു. അതിന് കാരണം സിദ്ധുവാണ്. സിദ്ധു ആ പാഴ്സലുമായി എത്തി അതിലെ തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയതിനാൽ അവർക്ക് കേസ് ജയിക്കാൻ പറ്റിയെന്ന കാര്യം വക്കീല് പറയും. അതിനുശേഷം നന്ദിനി ബസ് കണ്ടക്ടറിനെ കാണാനായി വരും. അപ്പോൾ ബസ് കണ്ടക്ടർ അയാൾക്ക് പൈസ അയച്ചു കൊടുത്ത കാര്യമൊക്കെ പറയുമ്പോൾ ആരായി സിദ്ധു എന്ന് തിരക്കുമ്പോൾ അതെനിക്കറിയില്ല, പക്ഷെ അവനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളുടെ പേര് ഭാഗ്യ എന്ന് പറയും. അങ്ങനെ നന്ദിനി ഭാഗ്യ അന്വേഷിച്ച് അവളുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ അവളുടെ കല്യാണ ചടങ്ങുകളൊക്കെ നടക്കുകയായിരുന്നു. നന്ദിനിയെ കണ്ട ഭാഗ്യാണെങ്കിലോ, നീയല്ലേ നന്ദിനി, നിന്നെ അന്വേഷിച്ച സിദ്ധു ഇത്രയും നാൾ നടന്നത്. നീ ഡയറിയിൽ എഴുതിയിരുന്ന ഓരോ കാര്യങ്ങളും അവൻ ചെയ്തു. നീ എന്തൊക്കെയാണോ എഴുതിയിരുന്നത് അതുപോലെ തന്നെ അവൻ അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. കൂടെയുള്ളവരുടെ ജീവിതത്തിലും അവൻ മാറ്റം വരുത്തി. നീ എന്തൊക്കെ ആഗ്രഹങ്ങൾ അതിൽ എഴുതിയിരുന്നോ അതെല്ലാം അവൻ ചെയ്തു തീർത്തുവെന്ന് പറയുമ്പോൾ സിദ്ധു എവിടെയെന്ന് നന്ദിനി തിരക്കും. സിദ്ധു എവിടെയാണെന്നറിയില്ല, നീ ചെയ്യേണ്ട എന്തോ കാര്യം ചെയ്യാനായി പോയിരിക്കുകയാണ്, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു, ഇനി എന്തിനാണ് പോയതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷമാകും. അവൾ ഭാഗ്യയോട് പറയും, എവിടെയാണ് പോയിരിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് യാത്രയായി.
കാരണം നന്ദിനി ഒരു ആഗ്രഹം എഴുതിയിരുന്നു. അവൾ ചെയ്യാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ കാശിയിലേക്ക് വന്നേക്കാമെന്ന് നന്ദിനിക്കൊരു നേർച്ചയുണ്ട്. നന്ദിനിക്ക് മനസ്സിലായി സിദ്ധു അവിടേക്കാണ് പോകുന്നതെന്ന്. അങ്ങനെ നന്ദിനി കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ട്രെയിൻ കയറുകയാണ്. ട്രെയിനിൽ എല്ലായിടത്തും സിദ്ധുവിനെ അന്വേഷിച്ചു, പക്ഷേ എങ്ങും കണ്ടില്ല. അങ്ങനെ നന്ദിനി ഒരു സീറ്റിൽ വന്നിരിക്കുമ്പോൾ അവളുടെ ഓപ്പോസിറ്റ് സിദ്ധുവുമുണ്ട്. പക്ഷേ നന്ദിനിക്ക് സിദ്ധുവിനെയും അറിയില്ല, സിദ്ധുവിന് നന്ദിനിയെയും അറിയില്ല. അതേസമയം ട്രെയിനിലൂടെ മുട്ട മസാല കൊണ്ടുപോവുകയായിരുന്നു. നന്ദിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മുട്ട മസാല. നന്ദിനി അത് എങ്ങനെ കഴിക്കണമെന്ന രീതിയൊക്കെ ഡയറിയിൽ എഴുതിയിരുന്നു. അപ്പോൾ സിദ്ധു ആണെങ്കിൽ അയാളെ വിളിച്ചു നിർത്തിയിട്ട് മുട്ട മസാലയിൽ എന്തൊക്കെ ചേർക്കണമെന്ന് അവൻ പറയുന്നത് നന്ദിനി ശ്രദ്ധിച്ചു. നന്ദിനിക്ക് മനസ്സിലായി താൻ ഡയറിയിൽ എഴുതിയിരുന്ന അതേ കാര്യങ്ങളാണ് ഈ ഇരിക്കുന്ന ആൾ പറയുന്നതെന്ന്. അവൾക്കത് സിദ്ധു ആണെന്ന് മനസ്സിലായി. അങ്ങനെ ആ മുട്ട മസാലയിൽ അവളാണെങ്കിലും നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ അവനും മനസ്സിലാകുന്നു ഇത് നന്ദിനിയാണെന്ന്. അവനാണെങ്കിലോ ഒന്നും മിണ്ടുന്നതേയില്ല. നന്ദിനി അവനടുത്ത് വന്നിട്ട് അവന്റെ തോളിൽ ചാഞ്ഞു കിടക്കും. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ അവരവരുടെ മനസ്സുകൾ പരസ്പരം കൈമാറിയിരുന്നു. രണ്ടുപേരും കരയുകയാണ്. അങ്ങനെ അവർ രണ്ടാളും ഒന്നാകുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. എങ്ങനെയായാലും ഒന്നിക്കേണ്ടവർ ഒരിക്കൽ കണ്ടുമുട്ടുകയും അവർ ഒന്നാവുകയും ചെയ്യും. യഥാർത്ഥ പ്രണയത്തിന് അവസാനമില്ല എന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.